ഇന്ന് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസം. ഇന്നാണ് എന്റെ വിസ എക്സ്റ്റൻഷൻ. ഇന്നറിയാൻ ഞാൻ ഇവിടെ നിൽക്കണോ അതോ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും എടുത്തിട്ടുണ്ട്. ഇനി വീടിന്റെ ആധാരവും റേഷൻ കാർഡും മാത്രം. അതിനേക്കാൾ ടെൻഷനാണ് ടീക്ക് ഏതാണ്ട് ഭാര്യ പ്രസവിക്കാൻ കിടക്കണ പോലെ. ജർമ്മൻ ട്രെയിൻസിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ മുമ്പേ പുറപ്പെട്ടു. ഇതെന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഇതിന്റെ അകത്ത് ആ പച്ച വെച്ച് മാർക്ക് ചെയ്തേക്കുന്നത് എന്താണെന്ന്. അതായത് രമണ, നിങ്ങൾക്ക് ജർമ്മൻ അറിയാമെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരാളെ കൂട്ടിയിട്ട് വന്നാൽ മതി ഇങ്ങോട്ട്. അന്നത്തെ അപ്പോയിന്റ്മെന്റിന് ശേഷം ഞാൻ നല്ലൊരു ജർമ്മൻ സ്കൂൾ കണ്ടു. ഇവരുടെ പേരാണ് ഡോയഷ് ലെയർ. ഇവരാണെങ്കിൽ സ്നെൽ ഡോയഷ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. A1 തൊട്ട് B1 വരെ പഠിച്ച് ജർമ്മൻ മറന്നു പോയിട്ടുള്ളവർക്കുള്ള ക്വിക്ക് റിവിഷൻ ആണ് ഇത്. A1 തൊട്ട് C1 വരെ ഓൺലൈൻ ക്ലാസ് ഇവർ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ സ്പീക്കിംഗ് മാത്രമുള്ള കോഴ്സാണ് ചൂസ് ചെയ്തത്. നഴ്സിംഗ് ചെയ്യാൻ താല്പര്യമുള്ള പിള്ളേരാണെങ്കിൽ മെഡിക്കൽ ടേംസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കോഴ്സസും ഉണ്ട്. കൊച്ചിയിലും കണ്ണൂരും അവർക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ട്. അവരുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വേണമെങ്കിൽ അവരെ കൊളാബറേറ്റും കൂടി ചെയ്തേക്കാം. അല്ല, എന്നിട്ട് വിസ എന്തായെന്ന് അറിയണ്ടേ? ചോദിക്കുമ്പോൾ തന്നെ എടുത്തു തന്നാൽ ജർമ്മനിയുടെ വില പോയില്ലേ. അതുകൊണ്ട് 3 മാസം വെയിറ്റ് ചെയ്യും. ജർമ്മനിയിൽ സമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയ്ക്ക് തോന്നുന്ന സമയത്ത് മഴ വന്ന് പെയ്തിട്ട് പോകും. എത്ര സമ്മർ ആണെന്ന് പറഞ്ഞാലും തിരിച്ചു പോകുന്ന സമയത്ത് ഏതൊക്കെയോ പിള്ളേർ ട്രാക്കിൽ കിടന്ന് കളിക്കാന്ന് പറഞ്ഞിട്ട് ട്രെയിൻ കുറച്ച് നേരം. എനിക്ക് ഒരു വർഷം കൂടി ഇവിടെ നിൽക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ടൊന്ന് ആഘോഷം. ഈവനിങ് ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ റെഡിയായി അങ്ങോട്ട്. ടീക്കോ ഇങ്ങനെ മലയാളി പരിപാടികൾക്കൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടം. 5ാമത്തെ നിലയിലായിരുന്നു ഫ്ലാറ്റ് എന്ന് അറിയാൻ മേലാണ് ടീക്കോനെ കൊണ്ട് ഞാൻ സ്റ്റെപ്പ് ചെയ്തു. ടീക്കോ ശരിക്കും ഈ പരിപാടിക്കൊക്കെ പോകുന്നതിന്റെ മെയിൻ കാരണം തന്നെ ഫുഡ്. ഈ ഫുഡൊക്കെ അവർ തന്നെ വീട്ടിലുണ്ടാക്കിയ ഫുഡായിരുന്നു കേട്ടോ. ടീക്കോ അന്ന് അവിടെ നിന്ന് കഴിച്ച ഫുഡിന് കയ്യും കണക്കുമില്ല. മെയിൻ കോഴ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ സ്നാക്സ് ഒക്കെ ആദ്യമായിട്ടാണ് ടീക്കോ ട്രൈ ചെയ്യുന്നത്. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഗെയിം കളിക്കാണ്ടിരുന്നപ്പോഴാണ് ടീക്കോക്ക് പുതിയ പേര് കിട്ടി. പിന്നെ ബർത്ത്ഡേ ഗേളുടെ ഫേവറേറ്റ് എന്താന്ന് അവളുടെ അച്ഛനും അമ്മയും ഗസ് ചെയ്യുന്ന ഒരു ഗെയിം ആയിരുന്നു. അത് ഭയങ്കര ഫണ്ണായിരുന്നു. ഞങ്ങൾ കുറച്ച് വൈനൊക്കെ കുടിച്ചു. ഇവിടെ ടീക്കോ വീണ്ടും 2ാമത്തെ റൗണ്ട് ഫുഡിങ്ങിലേക്ക് കടന്നു. ഈ നമ്മുടെ ഇന്ത്യൻ സ്വീറ്റ്സിന്റെ ഒക്കെ മേളിൽ ഒരു സിൽവറിന്റെ ഫോയിൽ വെച്ചിട്ടുണ്ടാവില്ലേ, അത് പറിക്കാൻ നോക്കുകയാണ് ടീക്കോ. റാപ്പറാന്ന് കരുതി. അങ്ങനെ ഒരു അടിപൊളി ബർത്ത്ഡേ പാർട്ടിയൊക്കെ ആഘോഷിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ